ഹാഫ് ഡേ ഭയങ്കരപ്പെട്ട സിനിമയാണ്. സൂപ്പർ, എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പൃഥ്വിരാജ് പാറുകയാണ്. ഈ ഓസ്കാർ എല്ലാം കിട്ടും. നല്ല റഹ്മാൻ സാറിൻ്റെ പാട്ടൊന്നും വന്നിട്ടില്ല. പ്ലസ് അത്രയും ഭയങ്കര മെനക്കെട്ട സിനിമയാണ്. എല്ലാവർക്കും ഇനി ഇങ്ങനത്തെ ഒരു സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാൻ അറിയില്ല. മാത്രം നല്ല സിനിമയാണ്. എലസ്റ്റിക് ആൻഡ് ഫാൻറ്റസ്റ്റിക് ബ്യൂട്ടിഫുൾ സിനിമയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പൃഥ്വിരാജ് സാറാൽ പാറുകയാണ്. ഭയങ്കരപ്പെട്ട് പാറുക. മരുഭൂമിയിൽ മാത്രം ഒട്ടകം കുറച്ച് കുറവാണ്, ആട് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇനി ഫുള്ള് കണ്ട ശേഷം ഈ സിനിമയെ കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഹോ ബൈ. ഫസ്റ്റ് ഹാഫ് നന്നായിട്ടുണ്ട്. ഇത് പ്രേക്ഷകർക്ക് ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് എനിക്ക് തോന്നുന്ന പൃഥ്വിരാജിൻ്റെ അഭിനയം വെച്ച് നോക്കുകയാണെങ്കിൽ ഓസ്കാർ കിട്ടും. പിന്നെ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് പൃഥ്വിരാജിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ബ്ലസ്സി സാറിൻ്റെ സംവിധാനം എടുത്ത് പറയേണ്ടതാണ്. അതേപോലെ തന്നെ വസൂൽ പൂക്കുറ്റിയാണ് ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ളത്, അതും എടുത്ത് പറയേണ്ടതാണ്. AR റഹ്മാനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. എല്ലാം എന്തുകൊണ്ട് മികച്ചതാണ്. നമ്മൾ ഈ കാണുന്നത് ആ സിനിമയ്ക്കൊപ്പം നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. മനസ്സ് പോയി നല്ല രീതിയിൽ ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് ഹാഫ് തന്നെ ഇഷ്ടപ്പെട്ടു. ഇനി സെക്കൻഡ് ഹാഫ് എന്താവണമെന്ന്, ലാസ്റ്റ് എങ്ങനെ എസ്കേപ്പ് ആവുമെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര ജിജ്ഞാസ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് എല്ലാവരും പോയി. ഞാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പോകാം. നല്ല ഫിലിം, ഇതുവരെ നല്ല ഫിലിമായിരുന്നു. കുറച്ച് ലാഗൊക്കെ ഉണ്ട് എവിടെയെങ്കിലും, പക്ഷേ ലാഗ് ഉണ്ടാവും. അതെന്തായാലും സർവൈവൽ സ്റ്റോറി ആയതുകൊണ്ട് ലാഗ് ഉണ്ടാവും. പക്ഷേ ഒട്ടും മുഷിപ്പ് വന്നില്ല, മടുപ്പ് വന്നില്ല. ഇത്രവരെ അടിപൊളിയാണ്. അത് ഭയങ്കര ഇമോഷണലായി പോയി. ആ ട്രാൻസിഷൻ, ഇനിയും ട്രാൻസിഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്ര വരെയുള്ള ട്രാൻസിഷൻ അടിപൊളിയാണ്. ഭയങ്കര ഇമോഷണലായിട്ട് ടച്ച് ആവുന്നുണ്ട്. എങ്ങനെയാണ് അടിക്കണം, കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്? സ്റ്റേറ്റ് അവാർഡ്, എല്ലാ അവാർഡുകളും മേടിച്ച് കൂട്ടാനാണ് ഉള്ള എല്ലാ യോഗ്യതയും ഈ ഫിലിമിനുണ്ട്. എത്ര വർഷത്തെ കഷ്ടപ്പാടാണ്. നല്ലൊരു സക്സസ് ആവട്ടെ. കണ്ണ് നിറച്ചോ? കണ്ണ് നിറച്ചോന്നാ ഫസ്റ്റ് ടൈറ്റിൽ തന്നെ കണ്ണ് നിറയും. ഹൃദയമുള്ള എൻ്റെ ഏതൊരു മനുഷ്യൻ്റെ ഹൃദയമുള്ള ഏത് മനുഷ്യനാണെങ്കിലും കണ്ണ് നിറയും. എത്ര ആൾ പോലും അറിയാതിരിക്കില്ല. പൃഥ്വിരാജ് വരെ അറിഞ്ഞിട്ടുണ്ടാവും സിനിമകളിൽ. നമ്മൾ എന്താ പറയണമെന്നറിയാൻ പാടില്ല. നമ്മൾ അതിലൊക്കെ മുഴുകി അങ്ങാടെ ഒരു വല്ലാത്തൊരു ഫീലിൽ ഇരുന്ന് പോവുക. കണ്ണ് നിറയല്ല, നമ്മളങ്ങാടെ ഒരു വല്ലാത്ത പേടി, എന്തോ ഒരു മരവിച്ചങ്ങ് ഇരുന്ന് പോകുക. അതങ്ങ് കണ്ടിട്ട് ഭയങ്കര ഫീലായിട്ട്. ഫസ്റ്റ് ആർട്ട് വർക്കും ഡയറക്ഷനൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണല്ലോ നല്ല സുഖമുണ്ട് കേട്ടിരിക്കാൻ. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എടുത്തേക്കണം. അതുപോലെ ഇങ്ങനെ കൺഫ്യൂഷൻ ആവാത്ത രീതിയിലാണ് എടുത്തേക്കണം. അതുകൊണ്ട് അതുപോലെ തന്നെയാണ്, കറക്റ്റാണ് അതുപോലെ എടുത്തേക്കണത്. അത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് കണ്ടങ്ങനെ ഇരിക്കാം. പ്രത്യേകിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഉണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറൗണ്ട് പടം നല്ലതാണ്. പൃഥ്വിരാജിൻ്റെ ആക്ടിങ് സൂപ്പറാണ്. ഓസ്കാറുള്ള ഉറപ്പാണ്. പിന്നെ മ്യൂസിക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക്സും മറ്റേ ബേർഡ് സീക്വൻസും സ്പെഷ്യൽ സീൻസും ട്രാൻസിഷൻസൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റേ ഒരു ഗ്ലാസിൻ്റെയൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ നല്ലോണം എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ മ്യൂസിക്കാണ്. അവിടെ BGM-ഉം സോങ്സും ഒക്കെ നല്ലോണം ചെയ്തിട്ടുണ്ട്.